ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാസ്റ്റർ പീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു മുട്ട വീങ്ങാൻ വേണ്ടിട്ട് വന്നാട്ടോ. ചെറിയ കോഴിമുട്ട അല്ല വീങ്ങാൻ പോകുന്നത്, ഒട്ടകപക്ഷിയുടെ മുട്ട. അതായത് ഒട്ടകപക്ഷിയുടെ അതായത് നമ്മൾ ഏതായാലും ദുബായിൽ നിന്ന് പോകാൻ നിൽക്കുകയാണ്. ഇനി 1-2 ദിവസം കൂടി ഉള്ളൂ. അപ്പോൾ ഒരു വലിയൊരു സർപ്രൈസ് ആയിട്ട് വന്നത്, അതായത് ഒരു ഒട്ടകപക്ഷിയുടെ മുട്ട നമുക്ക് പുഴുങ്ങിയിട്ട് കഴിക്കാം. അതായത് 1.5 കിലോ ആണ് ഇതിന്റെ വെയിറ്റ്. നിങ്ങൾക്ക് അറിയായിരിക്കും. അതെ, നമ്മുടെ ഫിറോസ്ക്ക് അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് ഓംലെറ്റ് ആയിരുന്നു അല്ലേ? നമ്മളതാ ചെയ്യാൻ പോകുന്നത് മുട്ട പിഴുങ്ങാൻ കഴിയുമോ നോക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ തോല് എന്ന് പറഞ്ഞത് കട്ടി ഭയങ്കര കൂടുതലാട്ടോ. പക്ഷേ ഇതിൻ്റെ സമയം കാര്യങ്ങളൊക്കെ നമ്മൾ ഗൂഗിൾ ചെയ്തൊക്കെ പഠിച്ചെടുത്താണ്. അങ്ങനെ തന്നെ പറയാം. ഇത് നമ്മുടെ കൂടെ ഉള്ളത് സഹീർക്കയാണ്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. സാക്കുളെ അല്ലേ? നമ്മൾ അമ്മാവനാണ്, എൻ്റെ എളാപ്പ കൂടിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഒരു ചാനലുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാനുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. സപ്പോർട്ട് ചെയ്ത് സഹകരിച്ച് കൊടുക്കുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഇദ്ദേഹം കാരണമാണ് നമ്മളിവിടെ ദുബായിൽ മുഴുവനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിന് മുമ്പ് പറയാം, ഈ ഒട്ടകപക്ഷിയുടെ മുട്ട ഇവിടെ കിട്ടിയതാണ്. ഇതിന് വില എന്ന് പറയുന്നത് എത്ര വില? 70 ദിർഹം എന്ന് പറയുമ്പോൾ 1400 രൂപ ഇന്ത്യൻ പ്രൈസ് ഒരു മുട്ടക്ക്. കോഴിമുട്ടയുടെ മനുഷ്യനേക്കാളും വലിപ്പമുള്ള സാധനമാണ് ഈ ഒട്ടകപക്ഷി എന്ന് പറയുന്നത്. മനുഷ്യന്റെ ഇത് പറഞ്ഞാൽ 6 അടിയാണല്ലോ. ഇത് 7 അടി മുതൽ 9 അടി വരെ ഉണ്ടാവും ഒരു ഒട്ടകപക്ഷിയുടെ മുട്ട. ഒരു മനുഷ്യട്ടാ പോലും കൂടി ഇത്ര വലിപ്പമുള്ള മുട്ട കിട്ടില്ല. അപ്പൊ ഇതിന്റെ രണ്ടിനും വലിപ്പത്തിന്റെ മാറ്റം ആദ്യം തന്നെ കാണിച്ചു കേട്ടോ. ഇതാണ് സംഭവം. ഇത് ഒട്ടകപക്ഷിയുടെ മുട്ട, ഇത് കോഴിമുട്ട. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇത് വെച്ചിട്ട് ഒരു ഓംലേറ്റ് ഉണ്ടാക്കാൻ പോയാണ്. ഓംലേറ്റ് ഇല്ല, പുഴുങ്ങാൻ പോയാണ് ഗൈസ്. നമ്മളുള്ളത് അജ്മാൻ അല്ലേ? അജ്മാൻ അല്ലേ ഇങ്ങോട്ട് പറയാം? ഷാർജയിൽ അൽസുബൈർ, സോറി. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തിരുന്നു, മയിലിന്റെ വീഡിയോ അല്ലേ? ആ മയിലിന്റെ വീഡിയോ ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇതാ ഇവിടെ ഉണ്ട്, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുണ്ട്, അതുപോലെ തന്നെ കൃഷ്ണേട്ടുണ്ട്. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മാസ്റ്റർ പീസ് എന്ന് പറയുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൽ സബ്സ്ക്രൈബ് ചെയ്തുക. പിന്നെന്താ പറയണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഒട്ടകപക്ഷിയുടെ മുട്ട കേട്ടോ. അല്ലട്ടോ ഗൈസ്, ഇതാണ് ഒട്ടകപക്ഷിയുടെ മുട്ട. ഇത് കോഴിമുട്ടയാണ്. അതിൻ്റെ വലിപ്പം ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഇതേപോലെ ചെയ്തതാണ്. അപ്പോൾ ഇതാ നമ്മളിവിടെയാണ് അടുപ്പ് കൂട്ടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്താ, അടുപ്പ് തന്നെയാണ്, ഓൾറെഡി അടുപ്പ് തന്നെയാണ്. ഇവിടെ ചാർക്കോളൊക്കെ ചെയ്യുന്ന സംഭവമാണ്. അവിടെ നമ്മൾ വിറകൊക്കെ വെച്ചിട്ട് അടുപ്പ് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ തീ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് വെള്ളം വെക്കാൻ വേണ്ടി സാധാരണ പിഴുങ്ങും പോലെ തന്നെയാണ്, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഒരു ചെമ്പൊക്കെ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നന്നായിട്ടൊന്ന് കേക്ക് എടുക്കാം. അപ്പൊ ഇതിലേക്ക് വെച്ച് കൊടുത്തു അല്ലേ? ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ സാധാരണ കോഴിമുട്ടയൊക്കെ വെങ്ങുമ്പോൾ ടൈമിലൊക്കെ ഉപ്പ് ഇടുന്നത് കാണാറുണ്ട് വീട്ടിലൊക്കെ. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഉപ്പ് നമ്മൾ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ നന്നായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ 1.5 മണിക്കൂർ, അതായത് 90 മിനിറ്റ്, ഇന്റർനെറ്റ് നോക്കിയതാണ്. അപ്പം 90 മിനിറ്റ് ആണ് ഇതിന്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചെറിയ പാത്രത്തിലൊക്കെ ആണെങ്കിൽ വെള്ളം 1.5 മണിക്കൂറൊക്കെ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ വെള്ളം വറ്റി പോകില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇതിന്റെ സൈഡിൽ എവിടെയും ഭാഗത്ത് പൊന്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ആട്ടുകൂടൊക്കെ ആക്കി കൊടുക്കണം. എല്ലാ ഭാഗത്തും എത്തിക്കുന്ന രീതിയിലാക്കി കൊടുക്കണം. അപ്പോൾ അതിന്റെ ഇടയിലൊക്കെ നമ്മൾ ഓപ്പൺ ആക്കി നോക്കും. അതൊക്കെ കാണിക്കുന്നതല്ല. എന്തായാലും കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നോക്കാം അല്ലേ? അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 40 മിനിറ്റ് ആയിട്ട്, 1 മണിക്കൂർ ആയിട്ടില്ല. ജസ്റ്റ് നമ്മൾ ഇതൊന്ന് ഈ ഒരു ഫുള്ളായിട്ട് വെള്ളമില്ല കേട്ടോ, കറക്റ്റ് കുറച്ച് ഭാഗം ഇങ്ങനെ പുറത്ത് കാണുന്നുണ്ട്. ആ ഒരു ഭാഗം നമുക്ക് ജസ്റ്റ് താഴേക്കാക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഒന്നുകൂടി അടച്ചു വെക്കാം. അപ്പോൾ നമ്മൾ 1.5 മണിക്കൂർ കഴിഞ്ഞു കേട്ടോ. 1.5 മണിക്കൂറിന് ശേഷം നമ്മളിത് അതിന് മുമ്പ് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ടുണ്ട്. കാരണം എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് എത്താൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ സംഭവം ഇതിൽ നിന്ന് മാറ്റണം, ചൂടാറാൻ വേണ്ടിയാണ്. അപ്പോൾ അതാ തണുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് പൊട്ടിച്ച് നോക്കാൻ പോവാണ്. നല്ല വെയിറ്റ് ഉണ്ട്, വേണമെന്നുണ്ടെങ്കിൽ രാവിലെ ജിമ്മിനൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ പൊട്ടിക്കല്ലേ? എങ്ങനെയുണ്ട്? പൊട്ടിക്കാം. അപ്പോൾ ഇതിനുള്ളിൽ എന്താ സംഭവിക്കാന്നുള്ളതാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. പൊട്ടിച്ചോ. സാധാരണ മുട്ട പൊട്ടിക്കും പോലെ തന്നെ പൊട്ടിച്ച് നോക്കാം. പൊട്ടൂല, അതിനാണ് നമ്മൾ ചുറ്റിക എടുത്തത്. ഓക്കെ, സംഭവം ആയിട്ടുണ്ടോ അറിയില്ല കേട്ടോ. പതുക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെയാണ്. എന്തൊക്കെയാണ് ഓക്കെന്നല്ലേ? ഓക്കെയാണ് മക്കളെ. ഓക്കെയാണ്. ഇതിന് 15 ദിർഹം വരെ കിട്ടുന്നു. അതെ, ഈ ഒരു എന്താ തോട് നമ്മൾ അങ്ങനെ തന്നെ കൊടുക്കുകയാണെങ്കിൽ, അതായത് ചെറിയ ഹോൾ ഇട്ടിട്ട് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഈ തോട് കൊടുക്കുകയാണെങ്കിൽ 15 ദിർഹം അതിന് തന്നെ വില ഉണ്ട് കേട്ടോ. അതായത് നാട്ടിലത്തെ 300 രൂപ.
ആയിട്ടുണ്ട്. ഈ പ്ലേറ്റിലേക്ക് വെക്കാം. ഓക്കെ, അപ്പോൾ ഇതാട്ടോ ഇതിന്റെ തോട്. എത്ര കട്ടിയുണ്ട് ഇത് ഏകദേശം? ഇതെത്ര കട്ടുണ്ട്? പാത്രമായിട്ട് ഉപയോഗിക്കാം. ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കട്ടിയുണ്ട്. നല്ല ഒരു ഓക്കെ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇത് കട്ട് ചെയ്ത് നോക്കാം. ജസ്റ്റ് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ 1.5 മണിക്കൂറിൽ കറക്റ്റായിട്ട് ഒരു കോഴിമുട്ടയൊക്കെ പുഴുങ്ങിയ പോലെ തന്നെ ആയിട്ടുണ്ട്. അത് മാത്രല്ല, ഇത് ഇരട്ട കുഞ്ച, ഇരട്ടയാണ്. ഇതിന്റെ വെയിറ്റ് താങ്ങാഞ്ഞിട്ടാണ്. അല്ല, ഇത് ഡബിൾ ആണോ? ഡബിൾ ഒന്നല്ല, സിംഗിൾ തന്നെയാണ്. ഡബിൾ ഡബിൾ ആണ്. ഓക്കെ. എന്തോ ഒരു ഭാഗ്യം. സംഭവം അങ്ങനെ ഉണ്ടോ? അതായത് ഒന്നല്ല, ഡബിൾ ആണ്. അത് നമ്മളോട് പറഞ്ഞിട്ടില്ല കേട്ടോ നോക്കര്. അപ്പൊ അതല്ല, അത് ശരിയല്ലോ. സംഭവം റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഒരു ഒട്ടക പക്ഷിയുടെ മുട്ട നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഓക്കെ, മലയാളത്തിൽ ആദ്യമായിട്ട് പുഴുങ്ങിയ മുട്ടയാണ്. ഇനി ഇതിനെ കുറിച്ച് കുറച്ച് തള്ളാൻ അതിനെ വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ കട്ട് ചെയ്തപ്പോൾ കണ്ടത് അതിൻ്റെ ഉള്ളിലുള്ള മഞ്ഞ ഉണ്ടല്ലോ, അതായത് കരു മഞ്ഞ കുഞ്ചു എന്നൊക്കെ പറയുന്ന ആ സാധനം 2 ഉള്ളത്. അത് എന്തുകൊണ്ടാണ് കാരണം എനിക്കറിയാം. ഏറ്റവും വലുത് നോക്കി എടുത്തിട്ട്. മറ്റൊരു കാര്യം പറയട്ടെ, ഇവിടെ ചെറിയൊരു കമന്റ് ചെയ്താലൊരു വകുപ്പുണ്ട്. ഈ സാധനത്തിന് ഞങ്ങളവിടെ കുഞ്ചി നട്ട പറയില്ല. നിങ്ങളവിടെ എന്താന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും ആ സ്ഥലവും പറഞ്ഞ പേരും പറയാം. ഓക്കെ, അതൊക്കെ ഓക്കെ. അപ്പൊ ഇനി കഴിച്ചു നോക്കാം അല്ലെ, എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഇതാ ഇത് ഒരുക്കി തന്ന സൈഡ്ക്കൊക്കെ തന്നെ ആദ്യം കൊടുക്കാം. കേക്ക് ഒരു മുട്ട കട്ട് ചെയ്ത് കൊടുക്കുന്ന അപ്പൊ ഇതെല്ലാം വെറൈറ്റി തന്നെ. എങ്ങനെയുണ്ട്? അല്ല, കോഴിമുട്ടൊക്കെ പുഴുങ്ങി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അടുത്തത് അതിലാണ്. ഞാൻ പറയല്ല, അതിനെ കാരണം ഇംഗ്ലീഷ് പറഞ്ഞോളാം. എഗ് ബോയിൽ പോലെ ഉണ്ട്. അത് തന്നെ പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല. ടേസ്റ്റിന് മാറ്റമൊന്നും തോന്നുന്നില്ല. നോർമലി നമുക്ക് താറാവിന് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവാറുണ്ട്, അതുപോലും ഇല്ല. ഇതിപ്പോ ഒരു മുട്ടന്റെ അത്ര വലിപ്പമുണ്ടില്ല, അതന്നെ ചെറിയൊരു പീസ് ഇട്ടിട്ട് കേട്ടോ. നോർമലി അതുപോലെ തന്നെയാണുള്ളത്. അപ്പൊ ഇനി നമ്മുടെ കൂടെ കുറെ ആളുകൾ എല്ലാവരും അഭിപ്രായം അറിയാം. ഓരോരുത്തർ കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞോളൂ. കോഴിമുട്ടേന്റെ തനി ടേസ്റ്റ് എന്താണ് അഭിപ്രായം? പൊളി, നല്ല ടേസ്റ്റ് അല്ലേ? ഷാനവാസ്ക എങ്ങനെയുണ്ട്? അടിപൊളി. ഷാനവാസ്ഖാന്റെ എന്താ പറയാ അഭിപ്രായം കിട്ടി. അപ്പൊ ഇനി അടുത്ത യൂസുഫാണ്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇല്ല, എല്ലാവരും ആദ്യമായിട്ട് തന്നെ അല്ലേ? എങ്ങനെയുണ്ട്? നാട്ടിൽ പട്ടാമ്പി എവിടെയാണ്? കോട്ടക്കൽ, ചാപ്പനങ്ങാടിക്കാരനാണ്. സിദ്ദിഖ പറയൂ. ഒക്കെ ഇവിടുത്തെ പ്രവാസികളാട്ടോ, ഇവിടെ ഓരോ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നതാണ്. കൃഷ്ണേട്ടാ എന്താണ് അഭിപ്രായം? കഴിച്ചിട്ടില്ലേ? എന്ത് പറയണു? താറാമുട്ടയും ആ ഒരു ടേസ്റ്റ് ആണ് വരുന്നത്. ഓക്കെ, ഇത് കോഴിമുട്ടയിൽ നിന്നും താറാമുട്ടയിലേക്ക് മാറി. പറയൂ. കോഴിമുട്ട കഴിക്കണ ആ ടേസ്റ്റ് തന്നെ ഉള്ളു. അപ്പൊ രണ്ടാമത്തെ ഭാഗമായിരിക്കും. ഓക്കെ, പാപ്പു ടേസ്റ്റ് ഉണ്ടോ? നിനക്ക് ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ടോ? അതുപോലെ തന്നെ ഈ ഒരു മുട്ട നമുക്ക് ഒപ്പിച്ചു തന്നത്, അതായത് ഇവിടെ എവിടെയും കിട്ടാനില്ലായിരുന്നു, മാർക്കറ്റിൽ എത്തിച്ചെന്ന് നമ്മുടെ സിറാജിക്ക്. അതെ, ആ വീഡിയോ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ. അദ്ദേഹത്തിന്റെ ആ കടയും കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ഷോപ്പ് ഇവിടെ വെജിറ്റബിൾ മാർക്കറ്റിൽ, നമ്മളെ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിൻ്റെ വെജിറ്റബിൾ ഏരിയയിൽ D21 അതിനൊക്കെ വരികയാണെങ്കിൽ ഇദ്ദേഹത്തിന് സാധനമൊക്കെ വാങ്ങിക്കോട്ടോ. അപ്പോൾ ഗൈസ്, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ട് നമ്മൾ ഒട്ടക പക്ഷിയുടെ മുട്ട എടുത്തിട്ട് പിഴിങ്ങിട്ട് കഴിച്ചു. നമ്മുടെ കൂടെ ഇവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവരൊക്കെ ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു, എല്ലാവരും കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും പ്രത്യേകത, ഇവരെല്ലാവരും ഈ കാണുന്ന എല്ലാവരും 1.5 മണിക്കൂർ ആകാംക്ഷയിലായിരുന്നു എന്താ സംഭവിക്കുക. കാരണം അതിനുള്ളിലേക്ക് ചൂടത്തുണ്ടോന്ന് അറിയില്ല, ഒരു ഐഡിയ ഇല്ല എന്താവാന്ന്. ഏതായാലും നമ്മൾ വിചാരിച്ച പോലെ തന്നെ കറക്റ്റായി. അതുപോലെ തന്നെ ഡുവൽ കുഞ്ചായിരുന്നു അല്ലേ, 2 ആയിരുന്നു അതിനുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ഏകദേശം ഒരു കോഴിമുട്ടയുടെ ആ ടേസ്റ്റ് തന്നെയാണ്. അപ്പൊ ഇനി കൂടുതലായിട്ട് എന്താ പറയാനുള്ളത്? എന്താ എന്തെങ്കിലും പറയാണ്ടോ? എന്ത് പറയാൻ,
ആദ്യമായിട്ട് ഒരു എക്സ്പീരിയൻസ്. പിന്നെ ഇവിടെ വന്നവരെല്ലാരും ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പൊ സന്തോഷം. പിന്നെ ഇരട്ടക്കുഞ്ചിയും കൂടെ ആകുമ്പോ അതിലേറെ സന്തോഷം. ഒന്ന് അതിൽ നിന്ന് ഒന്ന് സാറിനും. അതെ. അപ്പോ അമ്മാവന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അങ്ങനെ തന്നെ പറയട്ടെ, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത്. ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള വെറൈറ്റി ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ മാസ്റ്റർ പീസിൽ അപ്ലോഡ് ചെയ്യാൻ കാരണം. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ കൊച്ചി ചാനൽ മാസ്റ്റർ പീസിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഗൈസ്, നല്ലൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.